നമസ്കാരം. ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ 2020 വേണ്ടിയിട്ട് NDA കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എന്ത് ദുരന്തം? ഐ മീൻ ട്രാജഡി. ആ മത്സരത്തിൽ നിന്നും ഇപ്പോ ഞാൻ ഔദ്യോഗികമായിട്ട് പിന്മാറുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. ഒരു വഴിയുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കെ കൊടുത്ത് ആ വഴിക്ക് പോയിക്കോ. ഞാനാണ് പാർട്ടിയോട് പറഞ്ഞത്, ഞാൻ ധൈര്യപൂർവ്വം ഞാൻ ഇതിൽ നിന്ന് പിന്മാറാം, ധൈര്യപൂർവ്വം വേറൊരാളിനെ നോക്കിക്കൊള്ളൂ, വെച്ചുകൊള്ളൂ എന്ന് ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായനക്കി, ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും. എനിക്കതിൽ ഇങ്ങോട്ട് വീട് മാറിയപ്പോ ഒരു അഡ്രസ് ചേഞ്ച് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒന്നും ആവാൻ പറ്റാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ അത് തീർക്കാനുള്ള മലർന്നു കിടന്നോണ്ടുള്ള തുപ്പലുണ്ടല്ലോ, അത് നിന്റെ കുഴപ്പമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരത ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമല്ല. ഞങ്ങൾക്ക് രാഷ്ട്രവും ഞങ്ങളുടെ രാഷ്ട്രീയവുമാണ് വലുത്. എന്നെ പോലെയും നിന്നെ പോലെയും തലവരയില്ലാത്തവന്മാര് എന്തു വരച്ചാലും വെള്ളത്തി വരച്ച വരെയാണ്. ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കഴിഞ്ഞ നാളെ ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല BJP ആണെങ്കിലും NDA ആണെങ്കിലും 2020 ആണെങ്കിലും. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. സാരമില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. ഓക്കെ, അതുകൊണ്ട് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക, പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോകുക, പാർട്ടിക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നത് തന്നെയാണ് എന്റെ തീരുമാനം. ഇതില്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. നിങ്ങളൊക്കെ പോയി വലിയ നിലകളിലായി, എനിക്കുണ്ടാ ഒരുപാട് സ്വപ്നങ്ങൾ. ഒന്നുകിൽ ഞാൻ ഇത് പിടിച്ചു കയറും, രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇതോടെ ഞാൻ ഇവിടെ ഇല്ലാതാകും. കാരണം പല ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും, ഞാൻ വോട്ടില്ലാത്ത ആളാണോ, നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട, ഇങ്ങനെയുള്ള ഒരാളാണോ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയില്ലേ? വോട്ടില്ല എന്നത് ശരിയാണ്. കാരണം അത് പിന്നെ ഒരു അഡ്രസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരു കളി കളിച്ചു നോക്കിയതാ, ഞാൻ തോറ്റുപോയി. 18 വയസ്സ് പൂർത്തിയായ കാലം മുതൽ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് വരെ തൃക്കാക്കരയിൽ വോട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു അഡ്രസ്സിന്റെ എറർ കൊണ്ട് മാത്രമാണ് എനിക്ക് അത് പെൻഡിങ് ആയി, SIR സർട്ടിഫിക്കറ്റ് പെൻഡിങ് ആയി പോയി. അടിപൊളി, കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. അപ്പൊ ഇത് ലഭിച്ചിട്ടില്ലാത്തവരെല്ലാം അത് എടുക്കണം എന്നും കൂടി ഞാനിപ്പോ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്ത്. അപ്പൊ കിട്ടാനുള്ളതോ കിട്ടി, ഇനി അടുത്തതും കൂടി നമ്മൾ ചോദിച്ചു വാങ്ങണോ തോമേട്ടാ?